ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തമിഴിലെ കോമഡി നടന്മാരെക്കുറിച്ച്. മലയാളത്തിൽ ഉള്ള പോലെ തന്നെ തമിഴിൽ ഇഷ്ടംപോലെ കോമഡി നടന്മാരുണ്ട്. മലയാളത്തിൽ അടൂർ ബാസി, ജഗതി മുതൽ ഇങ്ങോട്ട് ഈ പുതിയ സലീം കുമാർ വരെയുള്ള പോലെ തമിഴിൽ ഇന്ന് അധികം ആൾക്കും അറിയാത്ത കുറേ കോമഡി നടന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്ത തമിഴിൽ നാഗേഷാണ്. നാഗേഷ് തമിഴിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനമുള്ള കൊമേഡിയനാണ്. നാഗേഷ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫേമസ് കൊമേഡിയനാണ് തേങ്കായ് ശ്രീനിവാസ്. തേങ്കായ് ശ്രീനിവാസ, MGR, ശിവാജി. MGR അവിടത്തിൽ അധികം ഉണ്ടാവും. തേങ്കായ് അന്നത്തെ കാലത്ത് തേങ്കായ് എന്ന് പറഞ്ഞാൽ വലിയൊരു തേങ്കായ് ശ്രീനിവാസൻ ഭയങ്കര കോമഡി. പിന്നെ ചോ എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകനും വന്ന് കുറച്ച് പേരുള്ള ആളാണ്. കോമഡിയാണ്. അദ്ദേഹം മൊട്ടയായിട്ടെല്ലാം ചോ രാമസ്വാമി അങ്ങനെ എന്താ ശരിയായ പേര്, ചോ എന്നാ പറയും. അന്നത്തെ കാലത്ത് പറയും ചോൻ്റെ കോമഡി ഉണ്ടെന്ന് പറയും. പിന്നെ VK രാമസ്വാമി, അതൊരു വയസ്സായിട്ട് പിന്നെ ഇവിടുത്തെ തിക്കുറിശനെല്ലാം പോലത്തെ പക്ഷേ നല്ല കോമഡിയാണ് VK രാമസ്വാമി. പിന്നെ ചുരുളി രാജ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി അവരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചത് ചുരുളി രാജ്. പിന്നെ ഗൗണ്ടർ മണി പണ്ടേ ഉണ്ട്, പക്ഷേ നമുക്ക് അറിയപ്പെടുന്നത് പിന്നെ അടുത്ത കാലത്ത് രജനീകാന്തിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത് കുറേ മുന്നേ കാണാം, ചെറിയ ചെറിയ സീനിലെല്ലാം കാണാം. പിന്നെ ഗൗണ്ടർ മണി അവിടുത്തെ മണിക്കൂറിനാണ് ഗൗണ്ടർ മണിക്ക് പിന്നെ പ്രതിഫലം. ഒരു സിനിമക്ക് ഒരു മണിക്കൂറിന് ഇത്ര പൈസ, അത്രയും തിരക്കുള്ള നടനായിരുന്നു ഗൗണ്ടർ മണി. പക്ഷെ നാഗേഷിൻ്റെ പേരൊന്നുമില്ല. നാഗേഷാണ് വലിയ കൊമേഡിയൻ. പിൽക്കാലത്ത് വന്നതിലും ഗൗണ്ടർ മണിക്ക് പേരുണ്ടായി. പിന്നെ സെന്തിൽ ഗൗണ്ടർ മണിൻ്റെ കൂടെ എപ്പോൾ ഉണ്ടാവും, രണ്ടുപേരും കൂട്ടാണ്. പിന്നെ YG മഹേന്ദ്രനുണ്ടായിരുന്നു. YG മഹേന്ദ്രൻ കുറച്ച് ഹാൻസമാണ്. പിന്നെ ഉമ്മക്കുയിൽ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അഭിനയിച്ചത്. പിന്നെ മാളിക പണിയെന്ന് പറഞ്ഞ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചത് YG മഹേന്ദ്രൻ. പിന്നെ ഒരു ഹാൻസമായിട്ടുള്ളതാണ് വിവേക് രജനീകാന്തിൻ്റെ സ്റ്റൈലുള്ള അഭിനയമാണ്. രജനീകാന്ത് കോമഡി കളിക്കുന്ന പോലെ ഉണ്ടാവും വിവേകിൻ്റെ കോമഡി കാണുമ്പോൾ, അതേ ശൈലിയാണ്. കോവിഡ് കാലത്ത് കൊറോണ വന്നിട്ടാണ് മരിച്ചത്. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ മരിച്ചു. പിന്നെ വടിവേലു അറിയാമല്ലോ എല്ലാവർക്കും. ഒരു മുണ്ട് മടക്കി കുത്തിന്, ട്രൗസർ കാണുന്ന വിധത്തിൽ മൂപ്പറ ഒരു മുണ്ട് മടക്കി കുത്തുന്നുണ്ട്. അധികം ട്രൗസർ പുറത്ത് കാണും. പിന്നെ വെറുതെ എല്ലാവരും ചീത്ത പറയൽ, അതല്ലാതെ എന്താ വടിവേലു. പിന്നെ ചാർലി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോമഡിയാണ്. അയാൾ ദളപതിയിലെല്ലാം മമ്മൂട്ടിൻ്റെ അസിസ്റ്റൻ്റായിട്ട്